വീട്ടിൽ വന്നിട്ട് ഞാനും നാത്തൂനും കൂടി ഒന്ന് പുറത്തോട്ട് പോയി കേട്ടോ. കുറച്ചധികം സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ പ്രകൃതി രമണീയമായ വഴികൾ. ഈ വഴിയിലൂടെ എന്തുമാത്രം തേരാപ്പാര നടന്നിട്ടുണ്ടെന്നറിയോ? അതൊക്കെ പോട്ടെ. ഈ ഒരു പൂ കണ്ടോ? നമ്മുടെ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ നിറയെ ഉണ്ട് കേട്ടോ. ഈ പൂ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ പൂ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു വഴി ഇങ്ങനെ കയറി വരുമ്പോൾ മെയിൻ റോഡാണേ. ഈ റോഡും ഈ വഴിയൊക്കെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് എവിടാന്നൊന്ന് പറയണേ. ഇന്നിപ്പോൾ പിന്നെ ബസ്സിലായിരുന്നു കേട്ടോ കുറച്ച് യാത്ര. കുറച്ചധികമായി ബസ്സിൽ യാത്ര ചെയ്തിട്ട്. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഒരു ജ്യൂസ് കുടിക്കാൻ കയറി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ ബസ്സിൻ്റെ ബാക്കിൽ ഒരു ഡയലോഗ് എഴുതിയേക്കുന്നുണ്ട് കേട്ടോ. ഇത് വായിച്ചപ്പോൾ സത്യത്തിൽ എനിക്ക് വിഷമമായി, ചിരിയും വന്നു കേട്ടോ. ഡയലോഗ് ഇങ്ങനെയാ: ദേഷ്യം തോന്നല്ലേ, ഗതികേട് കൊണ്ടാണ് എന്ന്. എന്തല്ലേ. അങ്ങനെ നേരെ വീട്ടിൽ വന്നിട്ട് ഞാൻ അമ്മയുടെ ഫുഡ് പിന്നെയും കുറച്ചിട്ട് കഴിച്ചു കേട്ടോ. വിശന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.